കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നടാൻ പോകുന്നത് വെച്ചാൽ ഞാനൊരു വെറൈറ്റി ആയിട്ട് ഒരു കൊള്ളിക്കിഴങ്ങ് നടാനാണ് പോകുന്നത്. അതിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ഒരു വെറൈറ്റി ആയിട്ടാണ് നടാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇത് നടാനാണ് പോകുന്നത്. ഇതിപ്പോൾ ഒരു ചാക്ക് എടുത്തിട്ടുണ്ട്. ഈ ചാക്കിൽ ഞാൻ ഇതുപോലെ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ട, ഇതുപോലെ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഇതുപോലെ കണ്ട, ഇതുപോലെ വട്ടത്തിൽ മുറിച്ചിട്ട് ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയോ? ഞാൻ ഈ കപ്പ നട്ടിരിക്കലും കപ്പ നട്ടിട്ട് നോക്കുമ്പോഴേക്ക് ചാക്കിൻ്റെ ഉള്ളിലേക്ക് വേര് പുറത്ത് പോയിട്ട് ഉള്ളിലോട്ട് കേങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനുള്ള ഒരു പരിഹാരമായിട്ട് എന്നാൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ വലിയൊരു കുണ്ടെടുത്തിട്ട് അതിൽ കുറച്ച് വളമിട്ട് കുറച്ച് മണ്ണും ചുള്ളിയിട്ട് അതിന് നിറച്ചാടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മണ്ണിളക്കം ഉണ്ടാവില്ല, കിഴങ്ങ് അതിലും കൂടി കീയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. ഇതിപ്പം കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ കുണ്ട് കുഴിക്കട്ടെ. ഇത് വേണ്ട, ഞാനിപ്പോൾ ഇവിടെ ഒരു കുണ്ട് കുഴിച്ചെടുക്കട്ടെ. ഇവിടെ ഇങ്ങനെ ഒരു കുണ്ട് കുഴിക്കാനാണ് പോകുന്നത്. ഇത് വേണ്ട, ഇവിടെയാണ് നടന്ന് ഇവിടെ ഒരു കുണ്ട് കുഴിക്കട്ടെ. മഴ പെയ്തുകൊണ്ട് കൊത്താൻ പറ്റും, അല്ലെങ്കിൽ ഭയങ്കര ഉറപ്പായിരിക്കും. എന്നാലും അടിയുറപ്പുണ്ട്. ഇരിക്കലത്തെ കപ്പ എനിക്ക് കണ്ടിട്ട് ഒരു പരാജയം പറ്റിപ്പോയി തോന്നിയതുകൊണ്ടാണ് ഇന്നത്തെ ഈ ട്രിക്ക് ഞാൻ പ്രയോഗിച്ച് നോക്കുന്നത്. ഈ ട്രിക്ക് പ്രയോഗിച്ച് നോക്കിയാൽ നമുക്ക് നല്ല വിളവെടുക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി. ഇക്കൊല്ലത്തെ കൃഷിയോട് കൂടിയിട്ട് കപ്പ നല്ലോണം ചെയ്യുമെന്ന് എനിക്കറിയാം. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് എടുക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു കുഴി എടുക്കുക. ആ കുഴി എടുത്തിട്ടാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് വളവും കുറേ മണ്ണും എല്ലാം ഇട്ടിട്ട് അവിടെ വെക്കാം. ഇട്ടിട്ട് തോലും എല്ലാം ഇട്ടിട്ടാണ് വെക്കുക. അതിന് ശേഷം ഇതിൻ്റെ മേലെ ചാക്കിൽ നിറച്ചിട്ട് വെക്കുക. അതാ കണ്ട, കിഴങ്ങ് കണ്ട, ഇതാ കിഴങ്ങ് ഇത്രയും അതിൻ്റെ ഉള്ളിലോളം പോയിട്ടുണ്ട്. വേണ്ട, ഇത് കണ്ട, ഇത്രയും കിഴങ്ങ് അങ്ങ് നീണ്ടു പോകുന്നുണ്ട്. അന്നേരം കിഴങ്ങ് നല്ലോണം നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. ഒരുപോലെ കണ്ട, വലിയൊരു കല്ലുണ്ട് വേണം കുറച്ചിനെ കെട്ടാൻ വേണ്ടിയിട്ട്. കല്ലിട്ട് നിറച്ചിനായിരുന്നു, അത് ഞാൻ നോക്കിയിട്ടില്ല. അതാണ് ആ കല്ല്. ഇപ്പോൾ ഇവിടെ അതേപോലെ കുണ്ടാക്കി നമുക്കൊന്ന് നടാം. കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഇനി എന്നാ വേണ്ടത് വെച്ചാൽ ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഇതെല്ലാം വാരി ഇടുക. ഈ ചപ്പും ഈ കാടും ഇതെല്ലാം വാരി ഇട്ടേ. ഇത് തോലാണ്. ഇതെല്ലാം കൂടി വാരിയിട്ട് ഈ ചപ്പ്, പുല്ല്, ഈ പുല്ല് ഇതെല്ലാം കൂടി അങ്ങോട്ട് വാരി ഇടാം. കണ്ടില്ലേ, ഈ സീമക്കൊന്നേൻ്റെ തോല് ഇതെല്ലാം കൂടി ആ കുണ്ടിലേക്ക് ഇടുക. ആ കുണ്ടിലേക്ക് ഇട്ടിട്ട് കണ്ടില്ലേ, കുണ്ടിലേക്ക് ഇടുക. അത് ആ കുണ്ടിലേക്ക് ഇട്ടിട്ട്
പിന്നെ അതിൽ കുറച്ച് മണ്ണ് കൊത്തിയിട്ട് അടിയിടുക, അത് കൊണ്ടിട്ടിട്ട് അവിടെ മൂടുക. ഇത് അതിൽ കൊത്തിയിട്ട് അത് മൂടിയതിന് ശേഷം നമുക്ക് ചാക്കിൻ്റെ അകത്തെ പരിപാടി തുടങ്ങാം. ഇതിപ്പോൾ ഇതാ വെച്ചു. ഇനിയിപ്പോൾ ഇതിന് മൂടണം. ഇത് കണ്ടില്ലേ, ഇതിൽ കുറച്ച് വളവും കൂടി ഇടാം, കുറച്ച് തോലും വെള്ളവും കൂടി ഇടണം. ഇതിൽ തന്നെ കുറച്ചിടാം. ഇതെല്ലാം കൂടി കുറച്ച് വാരിക്ക് കൂട്ടിടാം. എന്താ പിന്നെ കുറച്ച് വളം വാരിക്കിടണം. വളം എന്താ കുറച്ച് ഇതും കൂടി ഇടുക അതിൻ്റെ മേലെ. ഇപ്പോൾ ആടാ മൂടിയല്ല, ഇതിപ്പോൾ അതിൻ്റെ മേലെ ഇട്ടു. ഇനിയിപ്പം ഇത് മൂടുക. ഇതിനി മൂടിയിട്ട് നമ്മൾ ഇതിൻ്റെ മേലെയാണ് ചാക്ക് വെച്ചിട്ട് വളം ഇടുന്നത്. കണ്ടില്ലേ, ഇതിങ്ങനെ മൂടിയിട്ട് ഇതിൻ്റെ മേലെയാണ് കപ്പ നടുക. ഇത് ഇതുവരെ ആരും ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു പണി. ഇതെനിക്ക് ഇപ്രാവശ്യം തോന്നിയ ഒരു ബുദ്ധിയാണ്. എന്നുവെച്ചാൽ ഈ കിഴങ്ങ് തേച്ചും നിലത്തേക്ക് പായുന്നൊരു ചാക്കിൽ നട്ട് കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു പണി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിളവെടുക്കാൻ കഴിയും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ എടുക്കുന്നത്. ഇല്ലേ, ഉണ്ടല്ലേ, ഇല്ല ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ, ഇനിയിപ്പോൾ ഈ സീമക്ക് ഒന്നേരം തോലെല്ലാം പൊട്ടിച്ചിട്ട് ഇതിനകത്ത് വാരിടുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതിലടിയിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ആ തോല് വാരി ഇതിൻ്റെ അടിയിൽ ദ്വാരം വെച്ചിട്ടുള്ള കണ്ട ഇതിൻ്റെ അടി കണ്ട നിങ്ങൾ ഇങ്ങനെ ഇതേപോലെ തുരന്നിട്ടുള്ളൂ. ഇതിനകത്ത് നിറയ്ക്കുക. ഇനിയിപ്പം ഇതിനകത്ത് ഞാൻ ഈ വാഴക്കുറുക്കലും കൂടി ഇതിൽ വെക്കട്ടെ. ഈ വാഴക്കുറുക്കല ഇതിനകത്ത് വെക്കട്ടെ. ഇത് കൂടി ഇതിൽ വെക്കുക. എന്നിട്ട് വെച്ചതിന് ശേഷം ഇതിങ്ങനെ വെക്കുക. ഇത് കുറച്ച് മേലോട്ട് കയറ്റാൻ കഴിയുമോ നേരം. കുറച്ചും കൂടി മേലോട്ട് ആക്കാം. എന്നിട്ട് ഇന്നും വളം ഇടുമ്പോൾ നമുക്കിത് മുകളിലോട്ട് പൊന്തിച്ചാൽ മാത്രമേ ഇനി ഇതിൽ വളം നിറച്ച് ഇന്നും കുറച്ചും കൂടി മണ്ണിട്ടിട്ട് പൊന്തിക്കാൻ ഒരു കിഴങ്ങ് ഉണ്ടാവില്ല. ഇപ്പം കണ്ടില്ലേ, ഇത് വാഴത്തടിയാണ്, വാഴേൻ്റെ ഇലയാണ്. ഇത് കണ്ടില്ലേ കുറുക്കല, ഇത് കൂടി ഇതിലിട്ടു. ഇതിനകത്താണ് ഇപ്രാവശ്യം നടുന്നത്. അതിന് ശേഷം കുറച്ച് ഇത് വാരി, കുറച്ച് ഇത് പോട്ടി മിശ്രിതമാണ്. ചവരിച്ചോറും വളം കണ്ടില്ല, ഇത് കണ്ട എന്താ. ഇപ്പം ഇങ്ങനെ ഇത് ഒരിക്കൽ ഇങ്ങനെ വാരിയിടുക. ഇതിനകത്ത് കുറച്ച് ഇങ്ങനെ വാരിയിടുക. ഇതിന് ശേഷം എന്താ വേണ്ടത് വെച്ചാൽ ഈ സീമ കൊന്നേൻ്റെ ഈ ചപ്പ് പൊട്ടിച്ചിട്ട് ഇടുക. ഇതിപ്പോൾ പൊട്ടിച്ചിട്ട് ഇടണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വാരി നിറച്ച് ഇത് കണ്ടില്ല. ഇതിൻ്റെ അകത്ത് പിന്നെ ഇതാ ഉള്ളത്. ഇത് പിന്നെ അടിയിൽ കുറുക്കൽ, ഇതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ വെക്കട്ടെ. ഇതിങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതും കൂടി വാരി ഇതിനകത്ത് നിറക്കുക. ആദ്യം അടിയിൽ കുറേ കുറുക്കലിട്ടു, അതിൻ്റെ മേലെ കുറച്ച് പിന്നെ സീമ കൊന്നേൻ്റെ ചപ്പ് തോലിട്ടു. അതിന് ശേഷം കുറച്ച് പ്രോട്ടീൻ ഇട്ടിട്ട് ഇട്ടു. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഇത് ഇട്ടിട്ട് ഇതിൻ്റെ മേലെ നട്ടിട്ട് അതാണ് ഇനിയിപ്പോൾ നടാൻ പോകുന്നത്. കണ്ടില്ലേ, അതാ ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ പേടിക്കാനില്ല, കിഴങ്ങ് പേടി പോയി പോവില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഇതില്ലേ ഉണ്ടോ, കണ്ടല്ലോ. ഇതാണ് ഇപ്പം വേണ്ടത്. ഇത് പ്രോട്ടീൻ മിക്സ്ഡാണ്. ചകിരിച്ചോറ്, ആടവളം, പിന്നെ കമ്പോസ്റ്റ് വളം, ഇതെല്ലാം കൂടിയുള്ള പ്രോട്ടീൻ മിക്സ്ഡ് കണ്ടോ. ഇത് എനിക്ക് ഇതിനകത്ത് നടക്കും കണ്ടോ. ഇതാ ഉണ്ടല്ലേ, ഇത് മണ്ണ് ഞാൻ ഇടുന്നേ ഇല്ലേ, മണ്ണിടുന്ന പരിപാടിയല്ല ഇത് മാത്രം. പക്ഷേ ഇപ്രാവശ്യം നട്ടിട്ട് വിളവ് മോശമൊന്നുമില്ല.
അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതലായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് നടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ നടാൻ കാരണം, ഇതിപ്പോൾ ആക്കാൻ കാരണം. കണ്ടില്ലേ, ഇപ്പം ഇത്തിരി ആയി. ഇനിയിപ്പോൾ കുറേ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കുറയും. അന്നേരം കുറേ നമുക്ക് പ്രോട്ടീൻ മിക്സിതും ഭാര്യ നട്ടു കൊടുക്കാം. ഇത് ഇത്തിരി ആയില്ലോ, ഇത്ര മതി. ഇപ്പം കൊള്ളി പൊടിക്കട്ടെ, പൊടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് നടാം. കണ്ടില്ലേ, ഒരുപാട് ഇത് വായത്തടിയാണ്, വായൻ്റെ കുറുക്കൽ ചപ്പാന്ന് ഒരുപാടുള്ളത്. ഇതാണ് കൊള്ളി, ഞാൻ നടാൻ പോകുന്ന കൊള്ളിയായിരുന്നു. ഒന്നേ നടുന്നില്ല, ഇതാ ഇത് ഞാൻ കുത്തിരി ഇതൊന്നും ഇവിടെ നട്ടു കൊടുക്കട്ടെ. കണ്ടില്ലേ, ഇതാ ഞാനിവിടെ നട്ടേ. ഇതാ ഇതിപ്പം കൂടി ഇങ്ങനെ കാത്തു വെച്ചിട്ട് ഇതിനകത്ത് നടുക. ഇത് കുറച്ചും കൂടി ചകിരിച്ചോറ് ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, കണ്ടില്ലേ, ഇതേനി കണ്ടില്ലേ, കണ്ടിട്ടില്ലേ, നോക്കട്ടെ, കണ്ടോന്നറിയില്ല. ഇതിൻ്റെ എല്ലാം വൃത്തിയായിട്ട് കാണാം. ഇതാ കണ്ടോ, ഇതിൻ്റെ അടിയിൽ കുണ്ടെടുത്തു, കുണ്ടിൻ്റെ മേലെ തോലും ഇതും പിന്നെ കുറുക്കലച്ചപ്പും തോലും കൂടി ഇട്ടു. ഇതിൻ്റെ അത് മൂടി. അതിന് ശേഷം ഇതിൻ്റെ അകത്ത് കുറുക്കലച്ചപ്പും സീമക്കൊന്നിൻ്റെ തോലും ചകരിച്ചോറിൻ്റെ പ്രോട്ടീൻ മിശ്രിതവും കൂടി ആക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നട്ടിട്ടുള്ളത്. ഇതൊരു വെറൈറ്റി ആയിട്ട് നടലാണ്. ഇതെല്ലാം ഇതിൽ നല്ല ഒരു വിളവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കൊല്ലം ഇങ്ങനെ ചെയ്യുന്നത്. കഴിഞ്ഞ ഇക്കൊല്ലം ചാക്കിൽ നട്ടിട്ട് നല്ലൊരു വിളവ് കിട്ടീനി. അതുകൊണ്ട് അതിലും കൂടുതൽ ഇരട്ടി വിളവെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാവരും ഹൈപ്പ് അടിക്കുക, ലൈക്ക് അടിക്കുക. ലൈക്ക് അടിച്ചാൽ ഹൈപ്പ് വരും. ഹൈപ്പ് വന്നിട്ടാകുമ്പോൾ ഒരു ഹൈപ്പും കൂടി അടിക്കണം. ഹൈപ്പ് വന്നിട്ടാകുമ്പോൾ അടിച്ചിട്ടാകുമ്പോൾ പോയിൻ്റ് കാണിക്കും. പിന്നെ സബ് ചെയ്യാത്തവരാൻ സബ് ചെയ്യുക. എല്ലാവരും കാണണം. എനിക്കത്രേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.